Hello. Welcome to market discussion of the day. Today, 4th of April 2025, ഫ്രൈഡേ ആണ്, വീക്കെൻഡ് ആണ്. സോ വീക്കെൻഡ് മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യം ഞാൻ എപ്പോഴും വന്ന് പറയാറുണ്ട്. സോ അതിലൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. നമ്മൾ രണ്ടാഴ്ചത്തെ ക്ലാസ് മാറ്റി ഇപ്പോൾ ക്രാഷ് കോഴ്സുമായിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഈ ആഴ്ചത്തെ ബാച്ച് ഇന്നത്തെ ദിവസം ഇന്ന് കഴിയും. എന്താ പറയുക, അടുത്ത ബാച്ച് അടുത്ത ആഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. എല്ലാ വീക്കിലും നമുക്ക് ക്രാഷ് കോഴ്സ് ഉണ്ടായിരിക്കും. 4 ദിവസത്തെ ക്രാഷ് കോഴ്സ് ആയിരിക്കും. അപ്പോൾ ക്രാഷ് കോഴ്സിനെ പറ്റി അറിയാനായിട്ടും അതിന് പങ്കെടുക്കണം എന്നുള്ള ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഒറ്റ റിക്വസ്റ്റ് ഉണ്ട്, സീരിയസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ എനിക്ക് മെസ്സേജ് അയക്കാൻ പാടുള്ളൂ. ഈ ഒരു പർട്ടിക്കുലർ ടൈം, ഇന്ത്യൻ ടൈമിംഗ് 7:30 മണി 10:30 മണി, ഈ 2 ടൈമിങ്ങിലാണ് നമ്മൾ മലയാളം മാർക്കറ്റ് ഡിസ്കഷൻ ഉള്ളത്. അതേപോലെ തന്നെ മലയാളം മനസ്സിലാവാത്ത ആൾക്കാർക്ക് ഇംഗ്ലീഷ് മാർക്കറ്റ് ഡിസ്കഷനും നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ക്യൂരിയോസിറ്റിയുടെ പേരിൽ മാത്രം എൻ്റെ അടുത്ത് എനിക്ക് മെസ്സേജ് അയക്കാതിരിക്കുക. ഫ്രീ ആയിട്ട് കിട്ടുകയാണ് എന്ന് വിചാരിച്ചിട്ട് ഒരു ക്യൂരിയോസിറ്റിയുടെ പേരിൽ മാത്രമായിട്ട് എനിക്ക് മെസ്സേജ് അയക്കാതിരിക്കുക. കാരണം ലിമിറ്റഡ് സീറ്റ്സ് ആണുള്ളത്. അതുകൊണ്ടിട്ട് തന്നെ അത്രയും സീരിയസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം എനിക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു എന്താ പറയുക, ഫണ്ടമെൻ്റൽ സൈഡ്. സോ ഇന്നത്തെ ദിവസത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ചയെ പറയുന്നുണ്ട്. എന്താണ് ടുഡേയ്സ് NFP ഡേ, നോൺ ഫാം പേറോൾ ഡേ ആണ് ഇന്നല്ലേ. സോ ഇന്ന് എന്തായിത്തീരും നോൺ ഫാം പേറോൾ എന്നുള്ള കാര്യം എനിക്കറിയില്ല. കാരണം ഒരുപാട് പൊളിറ്റിക്കലായിട്ടുള്ള ന്യൂസുകൾ വേൾഡ് വൈഡ് നടക്കുന്നുണ്ട് അല്ലേ. ഇപ്പോൾ എന്താ പറയുക, താരിഫ് പ്രഖ്യാപനം. ഇപ്പം ആദ്യമേ ഏപ്രിൽ 1 യൂറോപ്പ് US-നെതിരെയുള്ള താരിഫ് പ്രഖ്യാപിച്ചു. അതിനുശേഷം US പല രാജ്യങ്ങൾക്കും എതിരെയുള്ള താരിഫുകൾ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഓക്കെ, സോ അത് ആ പറഞ്ഞ പർട്ടിക്കുലർ 2 താരിഫുകൾ അല്ലെങ്കിൽ പ്രഖ്യാപനത്തിന് എതിരെയായിട്ട് ബാക്കിയുള്ള രാജ്യ നേതാക്കൾ എന്തൊക്കെ പറയും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നും നാളെയായിട്ടൊക്കെ ആയിരിക്കും ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള പ്രഖ്യാപനങ്ങൾ വരുന്നത്. ഓക്കെ, സോ അങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ വരുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് എത്രമാത്രം ഉണ്ടാവും എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, അത് ചിലപ്പം നോൺ ഫാം പേറോളിനെ ഒരു ഇമ്പാക്റ്റ്ഫുൾ അല്ലാത്ത ന്യൂസ് ആക്കാം. ഓക്കെ, അല്ലെങ്കിൽ നോൺ ഫാം പേറോൾ ഭയങ്കര ഇമ്പാക്റ്റ്ഫുൾ ആവാം, ഒന്നും അറിയില്ല. സോ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ നിന്ന് കംപ്ലീറ്റ്ലി മാറി നിൽക്കുക. നമ്മൾ എപ്പോഴും പറയാറുള്ള കാര്യമാണ് അല്ലേ, മാർക്കറ്റിൽ നിന്ന് കംപ്ലീറ്റ്ലി മാറി നിൽക്കുക. മാർക്കറ്റ് നിങ്ങൾ കണ്ടോ ഇന്നലെ? മാർക്കറ്റ് നിങ്ങൾ ഫസ്റ്റ് നമ്മളുടെ ഗോൾഡ് തന്നെ നോക്കാം അല്ലേ. ഗോൾഡ് എവിടൊക്കെ പോയി ഇന്നലെ എന്തൊക്കെ കാണിച്ച ഗോൾഡ്? ഒരു സംഭവം ബിഹുലമായിട്ടുള്ളൊരു ദിവസമല്ലായിരുന്നോ ഇന്നലെ? രാത്രി തന്നെ മാർക്കറ്റ്, അതായത് ഇന്ത്യൻ ടൈം രാവിലെയൊക്കെ തന്നെ ആയിട്ട് 3166 പോയി മാർക്കറ്റ്. അവിടുന്ന് താഴെ പോയി 3054-55 റേഞ്ച് വരെ വന്നു. ഓൾമോസ്റ്റ് $110 ഇന്നലെ ഗോൾഡ് സഞ്ചരിച്ചത്. ഓക്കെ, അതായത് ഒരു $1000 അക്കൗണ്ട് ഉള്ള ഒരാൾ ഒരു ലോട്ട് ട്രേഡ് ചെയ്തിട്ട് സ്റ്റോപ്പ് ലോസ് ഇടാതിരുന്നു കഴിഞ്ഞാൽ അവൻ്റെ അക്കൗണ്ട് ഫുള്ള് വാനിഷ് ആയി പോകും. $10,000 അവൻ്റെ പോകും എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു മീനിങ്. ഓക്കെ, അല്ലെങ്കിൽ 3160 നിന്ന് ഒരു ലോട്ട് ട്രേഡ് ചെയ്തിട്ടുള്ള ഒരാൾ സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് $10,000 പ്രോഫിറ്റ് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് അല്ലേ. സോ അങ്ങനത്തുള്ള ഇതൊരു മൂവ്മെൻറ്റേ അല്ല എന്നുള്ളതാണ് എനിക്ക് നിങ്ങളടുത്ത് പറയാനായിട്ടുള്ളത്. ചിലപ്പം ഇതിലും വലിയ മൂവ്മെൻറ്റ്സ് ഉണ്ടാവാം. ഓക്കെ, നിങ്ങൾ ഇന്നലെ തന്നെ യൂറോ നോക്കിക്കഴിഞ്ഞാൽ യൂറോ എത്രയിൽ കിടന്നെയാണ് മെനഞ്ഞാന്ന് കിടന്നത്? 1.0800 കിടന്ന സാധനം ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ഓൾമോസ്റ്റ് ഒരു 300 പിപ്സ് ആണ് മൂവ് ചെയ്തത്. ഓക്കെ, യൂറോ 300 പിപ്സ് അപ് ട്രെൻഡ്. യൂറോ ഒന്നും ഒരിക്കലും 300 പിപ്സ് ഒന്നും മൂവ് ചെയ്യാത്തതായിരുന്നു അല്ലേ. സോ നേരെ നമ്മൾ GBP തൊട്ട് നോക്കിയാൽ GBPയും ഓൾമോസ്റ്റ് 1.0900 കിടന്ന് 1.2900 നിന്നിട്ട് 1.3200 അവിടുന്ന് 300 പിപ്സോളം മൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഗോൾഡ് 1100 പിപ്സ് മൂവ് ചെയ്തു ഇന്നലെ. സോ ഇതൊരു സാമ്പിൾ വെടിക്കെട്ടാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഇനി എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ആർക്കും അറിയില്ല. ഇതൊരു സാമ്പിള് മാത്രമാണ്. അതുകൊണ്ടിട്ട് തന്നെ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക. സോ ഇന്ന് രാവിലെ തന്നെ നമ്മൾ ഗോൾഡിന് നോക്കാൻ നേരത്ത് ഗോൾഡ് ജസ്റ്റ് 3100 അടുത്തൊക്കെ വന്നിട്ട് താഴെ പോയി 3083 വരെ പോയി. അപ്പോൾ അതിനകത്ത് അവിടെ വാങ്ങിയിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയിട്ടുണ്ട്. ഓക്കെ, സോ അതുകൊണ്ടിട്ട്
ചെയ്യാതിരിക്കുന്നതല്ലേ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം അല്ലേ? സോ അതുകൊണ്ടിട്ട് ഇന്നത്തെ ദിവസം ഒഴിവാക്കുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് മെയിനായിട്ടും പറയാനായിട്ടുള്ളത്. കാരണം ഇങ്ങനത്തുള്ള ഇത്രയും വലിയ സിറ്റുവേഷൻസ് ഒക്കെ നടക്കുന്നത് കൊണ്ടിട്ട് ഈ ഒരു സിറ്റുവേഷൻ എന്താ പറയുക, ഇന്നത്തെ ദിവസം നമുക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും തിങ്കളാഴ്ച നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് നമ്മളെ കാത്തിരിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. ഓക്കെ, സോ ഓൾറെഡി ഇപ്പം നമ്മുടെ US പ്രസിഡന്റ് പറയുന്ന കാര്യങ്ങളൊക്കെ ഇലക്ഷൻ പ്രഖ്യാപനത്തിന് തന്നെ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പുള്ളിക്കാരൻ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഇങ്ങനൊരു താരിഫ് വരുന്നതിലൂടെ ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ ഒരു റിസഷൻ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ റിസഷൻ വന്നാൽ പ്രൈസ്, ഇപ്പോൾ സാധനങ്ങളുടെ പ്രൈസ് കൂടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് നേരത്തെ ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്താ പറയുക, ഒരു റിസഷൻ വരുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നിരുന്നാലും സാധനങ്ങളുടെ പ്രൈസ് കൂടുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും, ആൾക്കാർ ആ ഒരു സിറ്റുവേഷനിലൂടെ അഡാപ്റ്റായി ഒരു പോയിന്റ് കഴിയുമ്പോൾ സാധനങ്ങളുടെ പ്രൈസ് കുറയുകയും ചെയ്യും. ഓക്കെ, സോ അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു താരിഫ് വരുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ കമ്പനീസ് ഇപ്പം യൂറോപ്പിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ യൂറോപ്പിലെ കാർ മാനുഫാക്ചറിങ് കമ്പനി വോക്സ് വാഗനൊക്കെ ഭയങ്കരമായ പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും 25% താരിഫ് യൂറോപ്പിന് ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർ കമ്പനികൾക്കൊക്കെ ഇവിടെ US ഒരുപാട് എന്താ പറയുക, യൂറോപ്പ് ഒരുപാട് നല്ല രീതിയിൽ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് US കാറിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവിടുന്ന് ഒരു വലിയൊരു പണി, ഇത്രയും വലിയൊരു താരിഫ് വരുമ്പോൾ അവിടെ ഭയങ്കരമായൊരു പ്രശ്നം ഉണ്ടാവും. ഞാനൊരു എക്സാമ്പിൾ പറയാം. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കമ്പനീസ് ആസ് എ ബിസിനസ് മാൻ, ആസ് എ കാർ മാനുഫാക്ചറിങ് ബിസിനസ് മാൻ, അവരെന്തായിരിക്കും ചിന്തിക്കുന്നത്, US ഒരു പ്ലാന്റ് തുടങ്ങാമെന്നായിരിക്കും അല്ലേ? സോ US പ്ലാന്റ് തുടങ്ങാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും US ഗവൺമെൻറ് ഒരുക്കി കൊടുക്കുമ്പോൾ ഉറപ്പായിട്ടും ഒരു ആസ് എ ബിസിനസ്മാൻ നേരെ US പോകാനുള്ള പോസിബിലിറ്റി ഉണ്ടാവും. ഓക്കെ, സോ അങ്ങനെ വരുമ്പോൾ, അപ്പോൾ ഏതൊരു കാര്യമായിക്കോട്ടെ, അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു പോയിന്റ് ഓഫ് ടൈം കഴിയുമ്പം US ആൾക്കാർക്ക് ഈ പർട്ടിക്കുലർ കമ്പനീസിലൊക്കെ ജോലി കിട്ടും. അതിപ്പോൾ യൂറോപ്പ് ആയിക്കോട്ടെ, ഇന്ത്യ ആയിക്കോട്ടെ, ചൈന ആയിക്കോട്ടെ, ഏതൊരു രാജ്യം ആയിക്കോട്ടെ. അങ്ങനെ വരുമ്പോൾ US കൂടുതൽ മാനുഫാക്ചറിങ് ഹബ്സ് തുടങ്ങുകയും US നിന്ന് തന്നെ ആൾക്കാർക്ക് എന്താ പറയുക, സാധനങ്ങൾ വാങ്ങാനായിട്ട് പറ്റുമ്പോൾ എന്ത് പറ്റും, സാധനങ്ങളുടെ വില താഴോട്ട് പോകും എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, അത് മാത്രമല്ല അവിടുത്തെ ആൾക്കാർക്ക് ജോലിയും കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ലോങ്ങർ പോയിന്റ് ഓഫ് വ്യൂവിൽ നടക്കാനായിട്ട് അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്ലാൻ ഇതായിരിക്കാം. ഓക്കെ, എനിക്കറിയില്ല. അല്ലെങ്കിൽ ഒരു പോയിന്റ് ഓഫ് ടൈം കഴിയുമ്പോൾ ചിലപ്പം താരിഫ് ഒന്നും ഇല്ലാണ്ടാക്കാനായിട്ട് ഉള്ളൊരു ഡ്രാമയും ആവാം. ഓക്കെ, സോ ഇതൊന്നും നമുക്കറിയില്ല. സോ ഇതൊക്കെ മനസ്സിൽ വെക്കുക. അപ്പം ഇതിനകത്ത് അപ്പം ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊക്കെയാണ് ആക്ച്വലി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ നടക്കുമ്പോൾ ഇതിനെ എതിർക്കാനായിട്ട് ബാക്കിയുള്ള രാജ്യങ്ങൾ എന്തൊക്കെയായിരിക്കും ചെയ്യുന്നത്, ഇതാണ് നമ്മൾ അറിയേണ്ടത്. ഓക്കെ, ബാക്കിൽ എന്തുകൊണ്ടെന്ന് ഇതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പം ഇന്നത്തെ ദിവസം നമ്മൾ അറിയേണ്ടത് അതാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രഖ്യാപനങ്ങൾ വേൾഡ് നേതാക്കന്മാരുടെ കയ്യിൽ നിന്നുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ അറിയേണ്ടത്. ഓക്കെ, സോ അതേപോലെ തന്നെ എന്താ പറയുക, വലിയ വലിയ മൂവ്മെൻറ്റ്സ്, ഒറ്റ ക്യാൻഡിലൊക്കെ $100 $200 പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ ഇന്നലെ തന്നെ നമുക്ക് കണ്ടാലറിയാം, 2 ക്യാൻഡിലാണ് ഓൾമോസ്റ്റ് 80 മൂവ്മെൻ്റ് ആണ് 2 ക്യാൻഡിൽ വെച്ചുണ്ടാക്കിയത്. വെറും 2 ക്യാൻഡിൽ, ഒറ്റ ക്യാൻഡിൽ തന്നെ $50 മൂവ്മെൻറ്റ്. സോ 83 നിന്ന് 30 വരെ, അതായത് $50 കാട്ടിലും വലിയ മൂവ്മെൻറ്റ്, ഓൾമോസ്റ്റ് $51 മൂവ്മെൻ്റാണ് ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ മാത്രമായിട്ട് ഉണ്ടാക്കിയത്. ഓക്കെ, സോ ഇതേപോലത്തുള്ള വലിയ വലിയ മൂവ്മെൻറ്റ്സ് നാളത്തെ ദിവസം ഉണ്ടാവാനായിട്ടുള്ള എല്ലാ പോസിബിലിറ്റിയും നമ്മൾ ഇന്നത്തെ ദിവസം ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി നമ്മൾ തള്ളിക്കളഞ്ഞുകൂടാ. അതുകൊണ്ട് മാറി നിൽക്കുക. ഓക്കെ, സോ ഇതൊക്കെയാണ് ബേസിക്കലി എനിക്ക് പറയാനായിട്ടുള്ള കാര്യം. ഇന്ത്യൻ ടൈമിങ് 6 മണിക്കാണ് NFP വരുന്നത്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് ആ ഒരു പർട്ടിക്കുലർ ടൈം മാറി നിൽക്കുക എന്നുള്ളതാണ്. സോ നേരെ നമ്മളുടെ ടെക്നിക്കൽ സൈഡിലോട്ട് വരുമ്പം ഇന്ന് പ്രത്യേകിച്ചൊന്നും ടെക്നിക്കലായിട്ട് എനിക്ക് പറയാനായിട്ടൊന്നും ഇല്ല. JPY എനിക്ക് നോ കമൻസ്, ട്രേഡ് ചെയ്യാതിരിക്കുക. ഓക്കെ, യൂറോ എങ്ങാനും നമുക്ക്
1.100 അടുത്ത് കിട്ടിയാൽ ഈ ഒരു പോയിന്റിൽ നമുക്ക് കിട്ടിയാൽ യൂറോ വേണമെങ്കിൽ ബൈ ചെയ്തോ. ഓക്കെ, 1.100 അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ യൂറോ ബൈ ചെയ്യാം. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഇടണം. 1.0950 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടണം. ഇതാണ് ഇന്നത്തെ ദിവസത്തെ ഒരു ഓപ്പർച്യൂണിറ്റി. രണ്ടാമത് GBP 1.300 അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ അതും വേണമെങ്കിൽ ബൈ ചെയ്തോ. കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട് കേട്ടോ, നല്ല പോസിബിലിറ്റി ഉണ്ട്, ബൈ ചെയ്തോ. അതിനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺ എന്താ വെച്ചാൽ യൂറോപ്പിനെതിരെയൊക്കെ 25% താരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നമ്മളുടെ ഞാൻ താമസിക്കുന്ന UK-ക്കെതിരെ വെറും 10% താരിഫാണ് US നിന്ന് വന്നിട്ടുള്ളത്. അത് ഭയങ്കര നല്ലതാണ്. അത് ദൃഢമായൊരു ബന്ധമുണ്ട് UK ഉള്ളതിൻ്റെ ഒരു കാഴ്ചപ്പാടാണത്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് സ്റ്റേബിളാണ്, GBP സ്റ്റേബിളാണ്. ഓക്കെ, സോ അത് മനസ്സിൽ വെച്ച് ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് നമ്മളുടെ ഗോൾഡ്, ഒന്നും പറയാനില്ല, എങ്ങോട്ടാണെന്ന് എനിക്കറിയില്ല സത്യത്തിൽ. ഓക്കെ, അതുകൊണ്ടിട്ട് എനിക്ക് ഗോൾഡിനകത്ത് നോ കമൻസ്. ഗോൾഡ് ചിലപ്പോൾ അപ്പ് ട്രെൻഡ് ആവാം, ചിലപ്പം ഡൗൺ ട്രെൻഡ് ആവാം, ചിലപ്പം 3200 പോവാം, ചിലപ്പം 3400 പോവാം, ഒന്നും അറിയില്ല. സോ തൽക്കാലം ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്താ വെച്ചാൽ ഗോൾഡിനെ ഞാനങ്ങ് മറക്കാൻ പോവുക. ഗോൾഡിൻ്റെ സംഭവമേ എൻ്റെ ഫോണിൽ നിന്ന് ഞാൻ മായ്ച്ച് കളയാൻ പോവുക. കുറച്ചു കാലം കഴിഞ്ഞിട്ട് ഗോൾഡ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് നമ്മളെല്ലാവരും വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ലോങ്ങർ ടേമിൽ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കാം. GBP ട്രേഡ് ചെയ്യും, വലിയ കുഴപ്പമില്ലാത്ത സാധനമാണ്. GBP ധൈര്യമായിട്ട് ട്രേഡ് ചെയ്തോ എന്ന് വീണ്ടും ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. ഓക്കെ, എന്താ പറയുക, ട്രേഡ് ചെയ്യുന്ന ഇന്നത്തെ ദിവസം മാത്രം മാറി നിൽക്കുക. നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. ലോങ്ങർ ടേം ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമുക്ക് തിങ്കളാഴ്ച സംസാരിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വല്ലതും സംഭവിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും മാർക്കറ്റ് ഡിസ്കഷനായിട്ട് വീക്കെൻഡ് തന്നെ വരും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ വീക്കെൻഡിലോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ കാണുന്നത് വരെ ഗുഡ് ബൈ.